അപ്പോളോ സൈക്കിൾ വേൾഡ്, മണ്ണാർക്കാട് റോഡ്, കരിങ്കലത്താണി. മൊബൈൽ 8589932282. ദേശീയപാതയിൽ കൊടക്കാട് പെട്രോൾ പമ്പിന് സമീപത്ത് സ്ഥിരം അപകടത്തിന് കാരണമായ ചെളിയും പാതയിലേക്ക് കയറ്റി സ്ഥാപിച്ച സുരക്ഷാ വേലിയും നീക്കം ചെയ്യണമെന്ന നാട്ടുകാരുടെ ആവശ്യം അധികൃതർ ചെവിക്കൊണ്ടില്ല. ചെളി നീക്കാൻ യാത്രക്കാരോട് സഹായം അഭ്യർത്ഥിച്ച വേറിട്ട പ്രതിഷേധം നടത്തിയ യുവാവ് കഴിഞ്ഞ ദിവസം ഈ ഭാഗത്ത് കാൽനട യാത്രക്കാരൻ കാറിടിച്ച് മരിച്ചിരുന്നു. സ്ഥിരം അപകടങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ. എല്ലാത്തിനും കാരണം ഈ കാണുന്ന ചെളിയും തൊട്ടപ്പുറത്തുള്ള സുരക്ഷാ വേലിയുമാണ്. ചെളിയിൽ വാഹനം ഇറങ്ങാതിരിക്കാൻ വെട്ടിക്കുമ്പോൾ അപകടമുണ്ടാവാറുണ്ട്. സുരക്ഷാവേലി റോഡിനോട് ചേർന്ന് സ്ഥാപിച്ചതും ചെളിയും മൂലം ആളുകൾ റോഡരികിലേക്ക് കയറി നടക്കുമ്പോഴും അപകടം സംഭവിക്കുന്നു. പാതയിൽ നിന്നും അല്പം മാറ്റി സുരക്ഷാവേലി സ്ഥാപിക്കാൻ സ്ഥലമുണ്ടായിട്ടും അശാസ്ത്രീയമായി പാതയോട് ചേർന്ന് സ്ഥാപിച്ചതിനാൽ നടക്കാൻ ഇടമില്ല. പാതയ്ക്ക് കുറുകെ അഴുക്കുചാലുണ്ടെങ്കിലും വെള്ളം അതിലേക്ക് എത്താനുള്ള സൗകര്യം നിർമ്മാണ കമ്പനി ചെയ്തിട്ടില്ല. ഈ വെള്ളം റോഡിൽ കെട്ടിനിന്നാണ് ചെളിക്കെട്ടുണ്ടാകുന്നത്. ഈ വിഷയങ്ങൾ സംബന്ധിച്ച് നിരവധി തവണ അധികൃതരെ അറിയിച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ല. പഞ്ചർകടയിലെ തൊഴിലാളിയായ നല്ലേപ്പള്ളി സ്വദേശി നടന്നു പോകുന്നതിനിടെ ഈ ഭാഗത്ത് കാറിടിച്ച് മരിച്ചിരുന്നു. അപകടത്തിന് കാരണം ഈ പ്രശ്നങ്ങളാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് പ്രദേശവാസി സലീം കൊമ്പം പ്രതിഷേധവുമായി എത്തിയത്. മണ്ണ് കയറി കിടക്കണ ഇവിടെ വെച്ചിട്ട് ഒരു ആക്സിഡന്റ് സംഭവിക്കുകയും ആള് മരണപ്പെടുകയും ചെയ്തത്. ആ ചേതനയേറ്റ ശരീരം ഇന്നലെ ബലിപെരുന്നാൾ ദിവസത്തിൽ ഞങ്ങൾ അവിടെ ആ വീട്ടിൽ കൊണ്ടുപോയി ഇറക്കുമ്പോൾ ഉണ്ടായ മാനസികമായ സങ്കടമാണ് എന്നെ ഈ ഒറ്റയാൻ പ്രതിഷേധത്തിലേക്ക് നയിച്ചത്. കാരണം എന്താ വെച്ചാൽ ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് നഷ്ടപ്പെട്ടത്. എത്ര പറഞ്ഞാലും അധികൃതർ ചെവിക്കൊള്ളുന്നില്ല. മണ്ണ് നീക്കി അപകടം ഒഴിവാക്കാൻ മറ്റൊരു വഴി കണ്ടില്ലെന്നും സലീം പറഞ്ഞു. മന്ത്രിമാരുടെ അവിടുന്ന് ഇങ്ങോട്ട് താഴെക്കടയിൽ ഉദ്യോഗസ്ഥന്മാരിലേക്ക് എത്തുമ്പോൾ അത് ഫണ്ടില്ല, അങ്ങനെയാണ് ചാല് നിർമ്മിക്കാനുള്ള ഫണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിട്ടുള്ളത്. സത്യത്തിൽ ജനങ്ങൾ നവകേരള സദസ്സിൽ ഈ ഒരു പരാതി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാവും എന്നുള്ള വിധത്തിലാണ് അത് കൊടുക്കുന്നത്. പക്ഷേ ആ ഉദ്യോഗസ്ഥന്മാരെത്തുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ കാലിൽ കയറ്റി വയ്ക്കുക, ഫാനിട്ട് ഇരിക്കുക എന്നല്ലാതെ അവരൊരു പണി എടുക്കുന്നില്ല. നമ്മൾ നിരന്തരം അവരോട് അഭ്യർത്ഥിച്ചാണ് നിങ്ങളതൊന്ന് ഇടപെടി ആ നോക്കാം പിന്നെ ചെയ്യാ എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുക എന്നല്ലാതെ ഒരു പരിഹാരവും ഇതിനുണ്ടാകുന്നില്ല. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ കാൽനടയായി സഞ്ചരിക്കുന്ന സ്ഥലം കൂടിയാണ് ഈ ഭാഗം. വാഹനങ്ങളുടെ വേഗതാ നിരീക്ഷണ ക്യാമറ ഈ ഭാഗങ്ങളിൽ ഇല്ലാത്തതിനാൽ അമിത വേഗതയും അപകടത്തിന് കാരണമാകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കരിങ്കലത്താണി.